ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം ഒളിമ്പിക്സ്. ഒളിമ്പിക്സിലേക്ക് ദിവസങ്ങളുടെ ദൂരം മാത്രമാണുള്ളത്. കടുത്ത പോരാട്ടത്തിലേക്കുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ അത്ലറ്റുകൾ. പാരീസിലെ ഇന്ത്യയുടെ 10 മെഡൽ പ്രതീക്ഷകൾ ആരൊക്കെയാണ്? നമുക്കൊന്ന് നോക്കാം. നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ നിലനിർത്തുക എന്നതാണ് നീരജ് ചോപ്രയുടെ ലക്ഷ്യം. മത്സരങ്ങളെക്കാൾ ഫിറ്റ്നസിന് മുൻഗണന നൽകുന്നതിനാൽ പാവോ നൂർമി ഗെയിംസിൽ വിജയിച്ചതിന് ശേഷം നിലവിലെ ഒളിമ്പിക് ചാമ്പ്യൻ നീരജ് ചോപ്ര മറ്റൊരു മത്സരത്തിലും പങ്കെടുത്തിട്ടില്ല. ഈ ലിസ്റ്റിലെ ഏതാനും കായിക താരങ്ങളെ പോലെ നീരജും ഇപ്പോൾ ജർമ്മനിയിലെ സാർബ്രൂക്കനിൽ പരിശീലനത്തിലാണ്. വിനേഷ് ഫോഗട്ട്. സ്പെയിൻ ഗ്രാൻഡ് പ്രിയുടെ ഫൈനലിൽ മരിയ ച്യൂമരക്കോവയെ 10-5 പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് കിരീടം നേടിയിരുന്നു. നേരത്തെ പരിചിതമല്ലാത്ത 50 kg കാറ്റഗറിയിലാണ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്നതെങ്കിലും ഗ്രാൻഡ് പ്രിയിൽ ഇതേ കാറ്റഗറിയിൽ വിനേഷ് പൂർണ്ണ ആത്മവിശ്വാസത്തിലായിരുന്നു. ഗ്രാൻഡ് പ്രി വിജയം നൽകുന്ന ആത്മവിശ്വാസത്തിൽ വിനേഷ് മാഡ്രിഡിൽ തന്റെ ഒളിമ്പിക് പരിശീലനം തുടരുകയാണ്. PV സിന്ധു. ബാഡ്മിന്റണിൽ ഒരു മെഡലിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല. കാരണം PV സിന്ധുവാണ് ഇന്ത്യക്കായി പാരീസിൽ കളത്തിലിറങ്ങുന്നത്. തുടർച്ചയായ 3ാം ഒളിമ്പിക്സ് മെഡൽ തേടി പാരീസിലെത്തുന്ന സിന്ധു ഇപ്പോൾ ജർമ്മനിയിലെ സാർബ്രൂക്കനിൽ കോച്ച് അഗസ്റ്റ് വി സാന്റോസോയ്ക്കും സംഘത്തിനുമൊപ്പം പരിശീലനത്തിലാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ എസ്തോണിയയുടെ ക്രിസ്റ്റിൻ ക്യൂബയെയും മാലിദ്വീപിന്റെ ഫാത്തിമത്ത് നബാഹ അബ്ദുൾ റസാഖിനെയുമാണ് സിന്ധുവിന് നേരിടാനുള്ളത്. സാത്വിക് സായ്രാജ് റെഗ്ഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. സാത് ചി എന്നറിയപ്പെടുന്ന ഈ ബാഡ്മിന്റൺ ഡബിൾസ് ജോഡി സിംഗപ്പൂർ ഓപ്പണിൽ പരാജയപ്പെട്ടതിന് ശേഷം ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ മത്സരങ്ങളിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല. ഫോമിലെ ചെറിയ മങ്ങലും അവസാനത്തെ പരാജയവും മാറ്റി നിർത്തിയാൽ പാരീസിലേക്കുള്ള ഇന്ത്യൻ സംഘത്തിലെ ഹോട്ട് ഫേവറേറ്റുകൾ തന്നെയാണ് സാത് ചി സഖ്യം. ഇന്തോനേഷ്യയുടെ നിലവിലെ ഓൾ ഇംഗ്ലണ്ട് ചാമ്പ്യന്മാരായ ഫജാർ അൽഫിയാൻ, മുഹമ്മദ് അർഡിയാൻഡോ, ജർമ്മനിയുടെ മാർക്ക് ലാംസ്ഫെസ്, മാർവിൻ സെയ്ഡൻ, ഫ്രാൻസിന്റെ ലൂക്കാസ് കോർവി, റോണൻ ലാബർ എന്നിവരടങ്ങുന്ന ഗ്രൂപ്പിലാണ് ലോക 3ാം നമ്പർ സീഡായ ഇവരുടെ സ്ഥാനം. അതിഥി അശോക്. ഗോൾഫിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയാണ് അതിഥി. ഫ്രാൻസിലെ അമുണ്ടി ഇവിയൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അതിഥി അശോക് 2024 മികച്ച ഫോമിലാണ്. തന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന റാങ്കായ 17ാം സ്ഥാനം വെട്ടിപ്പിടിക്കാനും അതിഥിക്കായി. ഈ അടുത്തു കഴിഞ്ഞ 4 ടൂർണമെന്റുകളിൽ 3ലും അതിഥിയുടെ ആവറേജ് 70%. പുരുഷ ഹോക്കി ടീം. ബംഗളൂരുവിലെ ഒരു ചെറിയ ഹോക്കി ക്യാമ്പിന് ശേഷം കഴിഞ്ഞ ഒളിമ്പിക്സിലെ മെഡൽ ജേതാക്കളായ പുരുഷ ഹോക്കി ടീം ബോണ്ടിംഗ് വ്യായാമത്തിനായി സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര തിരിച്ചിരുന്നു. അവർ ഇപ്പോൾ നെതർലാൻഡ്സിൽ പരിശീലനം നടത്തുകയാണ്. ചെറിയ ഫോം പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ടെങ്കിലും ഒരു തിരിച്ചുവരവ് നടത്താൻ കെൽപ്പുള്ള ടീമാണ് ഇന്ത്യൻ ഹോക്കി ടീം. നിഖിത് സരിൻ. മെയ് മാസത്തിലെ തന്റെ അവസാന ചാമ്പ്യൻഷിപ്പ് വിജയമായ എലോർദ കപ്പിന് ശേഷമാണ് 2 തവണ ലോക 1ാം നമ്പർ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട നിഖിത് സരിൻ പാരീസിലേക്ക് പറക്കുന്നത്. തന്നോടൊപ്പമുള്ള മറ്റ് 5 ബോക്സിംഗ് താരങ്ങൾക്കുമൊപ്പം ജർമ്മനിയിലെ സാർബ്രൂക്കനിൽ പരിശീലനത്തിലാണ് നിഖിത്. ലോവ്ലിന ബോർഗോഹെയ്ൻ. സാർബ്രൂക്കൻ ക്യാമ്പിലെ ബോക്സർമാരിൽ ഒരാളായ ലോവ്ലീനയുടെ അവസാന ജയം ജൂണിൽ ചെക്ക് റിപ്പബ്ലിക്കിലെ ഗ്രാൻഡ് പ്രി ഉസ്തിനാഥ് ലാബമിലെ വെള്ളി മെഡൽ നേട്ടമാണ്. പാരീസിൽ ലോവ്ലീനയ്ക്ക് വെല്ലുവിളിയായി മാറാൻ സാധ്യതയുള്ള ലീ ക്വിയാനയായിരുന്നു ഗ്രാൻഡ് പ്രി ഫൈനലിൽ താരത്തെ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിലും ലോവ്ലീന ലീ ക്വിയാനയോട് പരാജയപ്പെട്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ ലോക ചാമ്പ്യൻഷിപ്പിൽ ലോവ്ലീന ലീ ക്വിയാനയെ പരാജയപ്പെടുത്തിയിരുന്നു. സിഫ്റ്റ് കൗർ സമറ. ഇന്ത്യയുടെ റൈഫിൾ ടീമിനൊപ്പം സിഫ്റ്റ് കൗർ സമറ തിങ്കളാഴ്ച ഡൽഹിയിൽ നിന്നും ജർമ്മനിയിലേക്ക് പുറപ്പെട്ടിരുന്നു. മ്യൂണിക് ലോകകപ്പിൽ സിഫ്റ്റ് കൗർ വെങ്കലം നേടിയിരുന്നു. മീരാഭായ് ചാനു. ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവായ മീരാഭായ് ചാനു പരിശീലനത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. കഴിഞ്ഞ ഒരു വർഷമായി മീരാഭായ് ചാനു പരിക്കിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളിലാണ്. സ്നാച്ചിൽ 90 കിലോയും ക്ലീൻ ആൻഡ് ജേർക്കിൽ 115 കിലോയും ഉയർത്തുക എന്നതാണ് തന്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് മീരാഭായ് നേരത്തെ പറഞ്ഞിരുന്നു.